ഡോക്ടർ മേരി ജോർജ് മാഡം, രണ്ടാഴ്ചക്കിടെ 4 തവണയായി 8 രൂപയോളമാണ് പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചത്. അധിക നികുതി വരുമാനമായി 1200 കോടി രൂപ ലഭിക്കുന്നുണ്ട്. അധിക വരുമാനം സംസ്ഥാനം വേണ്ടെന്ന് വെച്ചാൽ ലിറ്ററിന് 2.5 രൂപ വരെ കുറയും. പെട്രോളിന് ലിറ്ററിന് 30.8%, ഡീസലിന് 22.76%, സംസ്ഥാന വിൽപ്പന നികുതി. വാണിജ്യാവശ്യ പാചകവാതക വില ഇരട്ടിയിലധികമാണ് വർദ്ധിച്ചത്. ജീവിത ചെലവ് ഇത്രയും വർദ്ധിച്ച സാഹചര്യത്തിൽ അധിക വരുമാനം തൽക്കാലം വേണ്ടെന്ന് വെക്കാവുന്നതല്ലേ ഈ സർക്കാരിന്? താങ്കളുടെ ചോദ്യം തീർച്ചയായും വളരെ കൃത്യതയോടെയുള്ളതാണ്. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി നമുക്കറിയാം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയിൽ 8 രൂപ 1 പൈസയുടെ വർധനവുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഡീസലിന് ഉണ്ടായ വർധനവ് എന്ന് പറയുന്നത് 7 രൂപ 93 പൈസയാണ് ഡീസലിനുണ്ടായ വർധനവ്. അതേ സമയത്ത് വാണിജ്യ സിലിണ്ടർ നമുക്കറിയാം, ഗാർഹിക സിലിണ്ടറിൻ്റെ വില ഒരു പ്രാവശ്യം മാത്രമേ വർദ്ധിപ്പിച്ചുള്ളൂ. അത് 920 രൂപയിൽ എത്തി നിൽക്കുകയാണ് ഗാർഹിക സിലിണ്ടറിൻ്റെ വില. അതേ സമയത്ത് 19 കിലോഗ്രാം ഉള്ള വാണിജ്യ സിലിണ്ടറിൻ്റെ വില 3131 രൂപയിലേക്ക് എത്തി നിൽക്കുകയാണ്. അതായത് പലവട്ടം എന്ന് പറഞ്ഞാൽ 7 പ്രാവശ്യമായിട്ട് വില വർദ്ധിപ്പിച്ചത് എത്രയാണ്? 1544 രൂപയുടെ വില വർധനമാണ് അതിൽ വരുത്തിയിരിക്കുന്നത്. അപ്പം ഇത് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ഈ വാണിജ്യ ഇതിൻ്റെ വിലയിലുള്ള വർധനവും, അതായത് ഏത് തരത്തിലുള്ള എക്സൈസ് വർധനവുണ്ട്, അതായത് ഇന്ധനത്തിൻ്റെ എക്സൈസ് തീരുവയിൽ കേന്ദ്രം വർധനവ് വരുത്തിയാലും അതിൻ്റെ 40% സംസ്ഥാനത്തിന് കിട്ടേണ്ടത് തന്നെയാണ്. അതിൻ്റെ കണക്കും താങ്കൾ രേഖപ്പെടുത്തുകയുണ്ട്. അത് ശരിയാണ്. പക്ഷേ നമ്മൾ ആദ്യം ചോദിക്കേണ്ടത്, എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേന്ദ്രത്തോട് ചോദിക്കാത്തത്, അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ നേരെ വിരൽ ചൂണ്ടാത്തത് എന്നത് എനിക്ക് പറയാൻ പറ്റും. അതിനെ വിമർശിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നിട്ടേ ഉള്ളൂ. കൊമ്പ് കോർക്കേണ്ട സമയം ആയിട്ടില്ല. അപ്പോൾ കാര്യങ്ങളൊക്കെ വളരെ നിജസ്ഥിതി പഠിച്ചതിന് ശേഷം മാത്രമേ കേന്ദ്രവുമായിട്ടാണെങ്കിലും പ്രതിപക്ഷമായിട്ടാണെങ്കിലും കൊമ്പ് കോർക്കാവൂ എന്ന ഉറച്ച നിലപാട് അദ്ദേഹത്തിനുണ്ട് എന്നാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ അസംബ്ലിയിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇവിടെ കേന്ദ്രത്തിന് ചെയ്യാൻ പറ്റുക? അതായത് കേന്ദ്രം ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്, യുദ്ധം തുടങ്ങിയ കാലം മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത്, അപ്പോഴൊക്കെ ഇലക്ഷൻ കിടക്കുകയായിരുന്നു, ഇലക്ഷൻ്റെ ഡേയ്സ് തീരുമാനിച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ ഈ ഇലക്ഷൻ കഴിയുന്നതിന് മുൻപ് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് എടുത്ത തീരുമാനം എന്തായിരുന്നു? ഒരു കാരണവശാലും വില വർധനവ് ഉണ്ടാവില്ല. അതുമാത്രവുമല്ല, 3 മാസത്തേക്ക് സുഖമായി ചെലവഴിക്കാനുള്ള പാചകവാതകവും അതുപോലെ തന്നെ പെട്രോൾ, ഡീസൽ ഇതൊക്കെ ഇന്ത്യയിൽ സ്റ്റോക്ക് ഉണ്ട് എന്ന നിലപാടായിരുന്നു അദ്ദേഹം കേന്ദ്ര ഗവൺമെൻറ് എടുത്തിരുന്നത്. അപ്പോൾ നമുക്കറിയാം 85 മുതൽ 90% വരെ ക്രൂഡ് നമ്മൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണ്, പെട്രോളിയം പ്രോഡക്ട്സിൻ്റെ ക്രൂഡ്. അതുപോലെ തന്നെ 55 മുതൽ 60% വരെ പാചകവാതകത്തിൻ്റെയും നമ്മൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ US, ഇസ്രായേൽ, ഇറാൻ ഈ യുദ്ധം ഉണ്ടായപ്പോൾ അത് എത്രയും നേരത്തെ തീർന്നില്ലെങ്കിൽ പ്രശ്നമാകുമെന്ന് ഇവിടെ നമുക്കറിയാം. പ്രശ്നമാകുമെന്ന് നമ്മൾ അറിയുന്നത് മാത്രമല്ല, 2025-26 വർഷത്തിലെ ഈ ജനുവരിക്ക് ശേഷമുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ഒന്ന് നോക്കൂ. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് BSE 13% താഴേക്ക് പോയിരിക്കുന്നു ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷമുള്ള കാലഘട്ടത്തിൽ. നിഫ്റ്റി, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 15% താഴേക്ക് പോയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇന്ത്യൻ ഓഹരി വിപണി, അതായത് ഇത് വലിയ പ്രതിസന്ധി ഇന്ത്യയിൽ ഉണ്ടാക്കും. ഇന്ത്യയുടെ GDP ഗ്രോത്ത് കുറയും, ഇന്ത്യയുടെ വിപണി താഴേക്ക് പോകും, വിലകൾ ഒരുപാട് ഉയരും. അങ്ങനെ എല്ലാ ആശങ്കകളും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിനും ഉണ്ട്. അതുകൊണ്ടാണ് അവരൊക്കെ ഓഹരി വിറ്റൊഴിഞ്ഞ് ഇന്ത്യ വിട്ടു പോകുന്നത്. അതേ സമയത്ത് അമേരിക്കൻ ഓഹരി വിപണി നോക്കുക. അമേരിക്കൻ ഓഹരി വിപണി ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ ആണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത്. നാച്ചുറലി ആ അമേരിക്കൻ ഓഹരി വിപണിയിലേക്കും ഒക്കെ ആയിരിക്കും ഇവിടെ നിന്ന് വിറ്റൊഴിയുന്നവർ പോകുന്നത്. അപ്പോൾ നമ്മുടെ വിപണിയുടെ സാധ്യത, അതായത് ഓഹരി വിപണി ഇങ്ങനെ
ചാഞ്ചാട്ടത്തിലായിരുന്നു ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ. അതുപോലെ ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധി തുടങ്ങിയതോടുകൂടി നമുക്ക് അതായത് ഇന്ധനത്തിൻ്റെ വരവ് ബുദ്ധിമുട്ടിലാകും. അതുകൊണ്ട് തന്നെ ഇന്ധനത്തിന് മേൽ ഒരു പക്ഷേ ഇതുപോലെയുള്ള വിലക്കയറ്റം ഉണ്ടായേക്കാം എന്ന ഭയം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഇലക്ഷൻ കഴിയുന്നത് വരെയും ഗവൺമെൻറ് വളരെ ഗോപ്യമായ രീതിയിൽ അങ്ങനെ ഒരു സൂചന പോലുമില്ല ഇവിടെ ആവശ്യത്തിന് ഇന്ധനമുണ്ട് എന്ന് പറഞ്ഞ് വെക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ഇലക്ഷൻ അങ്ങ് കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത ദിവസം മുതൽ ഇതാ കുറേശ്ശെ അതായത് നമ്മൾ പറയുമല്ലോ ഊതിക്കൊണ്ട് കഴുത്തറക്കുക എന്ന് പറയുന്നത് പോലെ കുറേശ്ശെയാണ് പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കുന്നു, പാചകവാതക വില വർദ്ധിപ്പിക്കുന്നു, ഗാർഹിക പാചകവാതക വില വർദ്ധിക്കുന്നു, 5 കിലോഗ്രാം സിലിണ്ടറിൻ്റെ വില വർദ്ധിപ്പിക്കുന്നു. ഇങ്ങനെ അങ്ങ് വർദ്ധിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, താങ്കളുടെ ചോദ്യത്തിൻ്റെ ഉത്തരം പറയുമ്പോൾ നമ്മൾ നമ്മുടെ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നതിന് പകരം അദ്ദേഹത്തെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതിനേക്കാളും നല്ലത് കേന്ദ്രത്തോട് ചോദിക്കണം ഒരു ചോദ്യം. അതായത് പെട്രോൾ, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കമ്മീഷൻ്റെ മാനുവൽ, ആ മാനുവലിൻ്റെ ചാപ്റ്റർ 5 അനുച്ഛേദം 42 എടുത്തു നോക്കുക. അതിൽ പറയുന്നത് ഏത് സമയത്ത് വേണമെങ്കിലും പെട്രോളിയം വില നിശ്ചയിക്കുക. അതായത് പെട്രോളും ഡീസലും വിപണിക്ക് വിട്ടു. 2010 പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില UPA ഗവൺമെൻറ് വിപണിക്ക് വിട്ടത്. 2014 BJP ഗവൺമെൻറ് ഡീസലിൻ്റെ വിലയും വിപണിക്ക് വിട്ടു. ഈ വിപണിക്ക് വിടാനുള്ള തീരുമാനം എടുത്തത് പല ചാനലുകളിലും പറയുന്നത് അത് ഈ കോൺഗ്രസ് ഗവൺമെൻറ്റാണ്, UPA ഗവൺമെൻറ്റാണ് എടുത്തത് എന്നാണ്. എല്ലാവരും പെട്രോളിയം മിനിസ്ട്രിയുടെ വെബ്സൈറ്റിൽ കയറി നോക്കുക, ഗൂഗിൾ നോക്കി തെറ്റ് വിളമ്പാതെ. പെട്രോളിയം മിനിസ്ട്രിയുടെ വെബ്സൈറ്റിലുണ്ട് 2002 വാജ്പേയി ഗവൺമെൻറ്റാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില, അതായത് അഡ്മിനിസ്ട്രേറ്റഡ് മാർക്കറ്റിംഗ് മെക്കാനിസം, ഓയിൽ പൂൾ അക്കൗണ്ട് ഇതൊക്കെ നിർത്തിക്കൊണ്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയം വിപണിക്ക് വിടുന്ന തീരുമാനം പാർലമെൻറ്റിൽ ഒരു ആക്റ്റായിട്ട് പാസ്സാക്കിയത് 2002 വാജ്പേയി ഗവൺമെൻറ്റാണ്. പക്ഷേ അന്നൊക്കെ ഓയിൽ പൂൾ അക്കൗണ്ടിലേക്ക് കടം വാങ്ങിച്ചത് ഒരുപാട് കുടിശ്ശിക കിടന്നിരുന്നത് കൊണ്ട് 2002 മുതൽ 2004 വരെ വാജ്പേയി ഗവൺമെൻറ്റും അത് വിപണിക്ക് വിട്ടില്ല. തുടർന്ന് വന്ന UPA ഗവൺമെൻറ് ആ തീരുമാനം അംഗീകരിച്ചു. പക്ഷെ വിപണിക്ക് വിടാതെ ഓയിൽ പൂൾ അക്കൗണ്ടിലെ കടമെല്ലാം അടച്ചു തീർക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അതിനുവേണ്ടി മാർഗങ്ങൾ കണ്ടെത്തി, അതിനുവേണ്ടി പണം കണ്ടെത്തി, അത് തിരിച്ചടച്ച് തീർക്കുന്നതിന് വേണ്ടി അങ്ങനെ ഇരിക്കെ അവസാനം അതൊക്കെ തീർന്നതിന് ശേഷമാണ് 2010 പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ആദ്യമായിട്ട് വിപണിക്ക് വിടുന്നത്. അപ്പം അങ്ങനെ വിട്ടപ്പോൾ പോലും ഈ പറയുകയാണ്, ഈ പെട്രോൾ ആൻഡ് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കമ്മീഷൻ്റെ മാനുവലിൽ പറയുന്നത് എന്താണ് പറയുന്നത്? ആ തീരുമാനം എടുത്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എപ്പോൾ വേണമെങ്കിലും വിപണിക്ക് വിട്ടാലും അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. വിപണിക്ക് വിട്ടപ്പോൾ തന്നെ പറയുന്ന ഒരു കണ്ടീഷൻ ഇതാണ്: എപ്പോഴൊക്കെ അന്താരാഷ്ട്ര വിപണിയിൽ വില ഉയരുന്നുവോ അപ്പോഴൊക്കെ ആഭ്യന്തര വിപണിയിലും വില ഉയരും. എപ്പോഴൊക്കെ അന്താരാഷ്ട്ര വിപണിയിൽ വില താഴുന്നുവോ അപ്പോഴൊക്കെ ആഭ്യന്തര വിപണിയിലും വില താഴും. പക്ഷേ ഈ ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ, വാജ്പേയി BJP ഗവൺമെൻറ് ഒരിക്കലും നടപ്പാക്കിയില്ല. ഉദാഹരണത്തിന് 2016 പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വളരെ താണു. അപ്പോഴും ഒക്കെ നമ്മുടെ വില മാക്സിമത്തിൽ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. കോവിഡ് കാലത്ത് $19 വില താണു അന്താരാഷ്ട്ര ക്രൂഡിൻ്റെ വില. അപ്പോഴും ഇവിടെ വില കുറച്ചില്ല. പക്ഷേ ഇപ്പോൾ ഈ യുദ്ധാനന്തര സാഹചര്യം, അതായത് യുദ്ധ സാഹചര്യത്തിൽ വില സ്വല്പം ഉയർന്നപ്പോൾ അടിക്കടി ഇവിടുത്തെ ഇലക്ഷനും കഴിഞ്ഞു, കിട്ടാനുള്ളത് കിട്ടി, ഇനിയിപ്പോൾ തൽക്കാലം ഒരു പ്രശ്നമില്ല, അതുകൊണ്ട് വെച്ച് കാച്ചുക തന്നെ എന്ന രീതിയിലാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ആ വിപണിക്ക് വിട്ടപ്പോഴെടുത്ത ഒരു കണ്ടീഷൻ, അതായത് മാനുവലിൽ പറഞ്ഞിരിക്കുന്ന 42-ാം അനുച്ഛേദത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കണ്ടീഷൻ, എപ്പോൾ വിപണിക്ക് വിട്ടു ശരിയാണ്, പക്ഷെ എപ്പോൾ വേണമെങ്കിലും ഇത് പെട്രോളിയം മന്ത്രാലയത്തിന് ഈ വിലയിൽ നിയന്ത്രണവുമായി വരാം. എന്തുകൊണ്ടാണ് നിയന്ത്രണവുമായി വരാമെന്ന് പറയുന്നത്? അതായത് ഇപ്പോഴും 51% പെട്രോളിയം കമ്പനികളുടെ, റിലയൻസിനെ മാറ്റി നിർത്തിയാൽ, റിലയൻസ് തന്നെ ഏതാണ്, അറബിക്കടലിൽ നിന്ന് നമ്മുടെ നാച്ചുറൽ ഗ്യാസ് അതോറിറ്റി
ഓഫ് ഇന്ത്യ കണ്ടെത്തിയ ആ ഒരു ഖനന ശൃംഖലയാണ് റിലയൻസിന് വിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് റിലയൻസിന് ഓയിൽ കമ്പനി തന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ അത് നമ്മൾ മാറ്റിവിടുക. ബാക്കിയുള്ള പ്രധാനപ്പെട്ട ഓയിൽ കമ്പനികൾ മുഴുവൻ ഇപ്പോഴും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ്. 51% ഷെയർ എല്ലാ കമ്പനികളുടെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഈ രണ്ടാമത്തെ കണ്ടീഷൻ. എന്താണത്? എപ്പോൾ വേണമെങ്കിലും ഗവൺമെൻറ്റിന് ഇതിൻ്റെ വില നിയന്ത്രണത്തിൽ ഇടപെടാം, അരുത് എന്ന് പറയാം, അല്ലെങ്കിൽ ആയിക്കോളൂ എന്ന് പറയാം. അപ്പം ഇപ്പോൾ ഗവൺമെൻറ് എന്തുകൊണ്ട് ആയിക്കോളൂ എന്ന് തുടരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതാണ് ചോദിക്കേണ്ട കാര്യം. അവിടെയാണ് ഇടപെടേണ്ട കാര്യം. എന്തുകൊണ്ട് കേന്ദ്രം ഇതുപോലെ ഒരു തീരുമാനം എടുക്കുന്നു? ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. എന്തുകൊണ്ടാണ് പ്രസക്തി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്? ഒരു 2-3 ആഴ്ച മുൻപാണ് ആനുവൽ റിപ്പോർട്ട്, ഇവരുടെയൊക്കെ ഫിനാൻഷ്യൽ പ്രോഫിറ്റും ലോസും എല്ലാം കാണിക്കുന്ന കോർപ്പറേറ്റുകളുടെ, ഓയിൽ കമ്പനികളുടെ ഒക്കെ കണക്കുകൾ പുറത്തു വന്നത്. ആ കണക്കുകൾ പുറത്തു വന്നപ്പോൾ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഓയിൽ കമ്പനികളെല്ലാം വലിയ ലാഭത്തിലാണ് ഈ 2025-26 ധനവർഷത്തിൽ നടന്നിട്ടുള്ളത്. ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം അവരുടെ ലാഭവിഹിതത്തിൽ സ്വല്പം ഇടിവ് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഈ ത്രൂ ഔട്ട് ദ ഇയർ ഈ കമ്പനികളെല്ലാം കേന്ദ്ര ഗവൺമെൻറ് എന്ന ഷെയർ ഹോൾഡറിന് ഡിവിഡൻഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഡിവിഡൻഡിൽ ഇത്തിരി ഇടിവ് ഇപ്പോൾ പറ്റിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അത് നികത്താനാണ് വില വർധനവും കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് വന്നിരിക്കുന്നത്. ആ കേന്ദ്ര ഗവൺമെൻറ്റിനെ പ്രതിരോധത്തിലിടാൻ BJP തൊട്ടുള്ള എല്ലാ പാർട്ടികളും മുൻപോട്ട് വരേണ്ടതാണ്. അങ്ങനെ വരികയാണ് ഇപ്പോൾ വേണ്ടത്. കാരണം എന്താണ്? ഉപഭോക്തൃ വിലകൾ 0.25 ആയിരുന്നു കഴിഞ്ഞ ഒക്ടോബറിൽ. 0.25 ആയിട്ട് ഇന്ത്യയുടെ ഉപഭോക്തൃ വില താഴ്ന്നിരുന്നു. അതിപ്പോൾ 4-5% എത്തിയിരിക്കുകയാണ്. അങ്ങനെ എത്തിയിരിക്കുന്ന സമയത്താണ് ഈ പെട്രോൾ ഡീസൽ വിലയിൽ ഇത്ര കണ്ട് വർധനവ് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഉപഭോക്തൃ വിലകൾ കുതിച്ചു ചാടുന്ന ഒരവസ്ഥയായിരിക്കും നമ്മൾ ഇനി കാണാൻ പോകുന്നത്. കോവിഡ് കാലത്ത് ഉപഭോക്തൃ വിലകളൊക്കെ ഒത്തിരി പൊങ്ങിയായിരുന്നു. അതുപോലെ ഉപഭോക്തൃ വിലകൾ മുകളിലോട്ട് പോകുന്ന ഒരവസ്ഥയിലേക്കാണ്, അതായത് സാമാന്യ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ പെട്രോൾ ഡീസൽ വില വർധനവ് കാരണമാകുന്നത്, നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ കൈ ചൂണ്ടേണ്ടത് കേന്ദ്രത്തിൻ്റെ പേരിലാണ്. കാരണം കേന്ദ്രത്തിന് ഡിവിഡൻഡ് കുറഞ്ഞു പോകുമെന്ന ഒറ്റ കുറ്റമേ ഉള്ളൂ. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രിച്ചു നിർത്തിയാൽ ആ ഡിവിഡൻഡ് എടുത്ത് എന്താണ് അവർ ചെയ്യാൻ പോകുന്നത്? ഇനി ഇലക്ഷൻ വരാൻ പോകുന്ന സംസ്ഥാനങ്ങൾക്ക് വേണ്ടി കരുതി വെച്ച് ഓരോ ബഹനും 10,000 രൂപ വീതം എന്ന രീതിയിൽ ഓഫർ ചെയ്യും. അങ്ങനെ വിജയിക്കും. എന്നിട്ട് ഹിന്ദുത്വ അജണ്ടയും കൊണ്ടുവരും. അതാണ് അവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തെയാണ് ഈ ഇന്ത്യ ഒരു ജനം, ഏത് ജാതിയുമാകട്ടെ, നാം ഒരു ഇന്ത്യക്കാർ, ഒരേ ഇന്ത്യയുടെ മക്കൾ, ഒരേ രക്തം ഉള്ള മക്കൾ എന്ന് പറഞ്ഞ് ചെറുത്ത് തോൽപ്പിക്കേണ്ടത് ഇന്ത്യക്കാരായ നാം എല്ലാവരും കൂടിയാണ്.